ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ വീഡിയോസ് ഇടാൻ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിലും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 5 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് വെജീസിനായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ക്യാരറ്റും ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാൻ അത് 2 ചോപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സോയ ഒന്ന് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോയ 5 മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഒന്ന് സോക്കായി കിട്ടും. അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചപ്പോഴേക്കും അവിടെ മൊത്തം പുകയായി. ഞാൻ പേടിച്ചു പോയി, എന്താണ് സംഭവിക്കാൻ പോണതെന്ന്. ഞാൻ വിചാരിച്ചു തീയൊക്കെ കത്തുമെന്ന്. പിന്നെ അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ ഇതൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കത്തിപ്പോകുമെന്ന്. എൻ്റെ സാധനം കുളമായത് തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് പെപ്പറും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് 2 ആഡ് ചെയ്ത് കൊടുത്തു. ഫ്ലേവറിന് മറ്റേ മാഗി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സോയയും കൂടി തട്ടിക്കൊടുത്തു. ചിക്കനാണ് അതായത് തട്ടേണ്ടത്. ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് കഴിച്ചു നോക്കുന്നതാണ് ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ. അതിനുശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പാത്രം എടുക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരു പ്ലേറ്റ് തട്ടി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 മുട്ടയെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ മുട്ട ഒന്ന് മിക്സ് ചെയ്തപ്പോൾ എല്ലാം കൂടി വെള്ളം പോലെ ആയി. ഞാൻ വിചാരിച്ചത് അത് ചീത്തായെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഇത് ശരിയായി വന്നിട്ടുണ്ട്. നല്ല മുട്ടക്കിണ്ടിയ മുട്ട പോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് ഇതെല്ലാം തട്ടിക്കൊടുത്തു. പിന്നെ ഞാൻ ഇതിനെ എല്ലാത്തിനെയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതൊക്കെ ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ കുറേ ഫില്ലിങ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് ആദ്യം ഫില്ല് ചെയ്തപ്പോൾ നിറയെ ഫില്ല് ചെയ്തിട്ട് അവസാനം എനിക്ക് ഫില്ല് ചെയ്ത മാവ് മാത്രമേ ഉണ്ടായിരുന്നു. ഫില്ല് ചെയ്യാൻ സംഭവമില്ലായിരുന്നു ഗൈസ്. പിന്നെ ഷേപ്പ് ഒന്നും നോക്കണ്ട, തിന്നാൽ പോരെ. ഷേപ്പ് ഒന്നും നോക്കണ്ട. എനിക്ക് ഷേപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഞാൻ ഇഡലിക്കുട്ടുവത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഓയിൽ തേക്കാനും മറന്നു ഇഡലിക്കുട്ടുവത്തിൽ. മൊത്തം പണികളായിരുന്നു. ബട്ട് അത് ഇളവി വന്നു കേട്ടോ. അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.